ഇന്ന് രാവിലെ ഉറക്കമെണീറ്റപ്പോൾ ഞാൻ ലിവർപൂൾ മാനേജറായിരിക്കുന്നു. എനിക്കും ടീമിനും കുറച്ച് സമയം തരൂ. 3-4 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ ഇരിക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളുടെ കയ്യിൽ കിരീടമുണ്ടായേക്കാം. ബൊറൂസിയ ഡോർട്ട്മുണ്ടിൽ നിന്നെത്തിയ ശേഷം ആൻഫീൽഡിൽ നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ യർഗൻ ക്ലോപ്പ് പറഞ്ഞ വാക്കുകൾ. യർഗനിറയിൽ ആൻഫീൽഡിൽ പിന്നീട് പിറന്നത് ചരിത്രം. 3 പതിറ്റാണ്ടിനു ശേഷം ഒരു പ്രീമിയർ ലീഗും ചാമ്പ്യൻസ് ലീഗും ക്ലബ് ലോകകപ്പും അടക്കം കിരീടങ്ങൾ കൊണ്ട് റെഡ്സിന്റെ ഷോക്കേസ് നിറഞ്ഞു. ടോട്ടനത്തെ തോൽപ്പിച്ച് 6ാം ചാമ്പ്യൻസ് ലീഗ് കിരീടവുമായി മടങ്ങിയെത്തിയ രാവിൽ 5.5 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ലിവർപൂൾ നഗരത്തിൽ ടീമിനെ സ്വീകരിക്കാനെത്തിയത് 7.5 ലക്ഷം പേരാണ്. പേമാരി പെയ്ച്ചെത്തി കിരീടങ്ങൾ വാരിക്കൂട്ടി പൊടുന്നനെ യർഗൻ ആൻഫീൽഡിനോട് യാത്ര പറഞ്ഞു. പഴയ പ്രതാപത്തിലേക്ക് കൈപിടിച്ച യർഗന്റെ മടക്കം ചെറുതല്ലാത്ത ആദിയാണ് ലിവർപൂൾ ആരാധകർക്കിടയിൽ ഉണ്ടാക്കിയത്. അതെല്ലാം പക്ഷേ ഒറ്റ സീസൺ കൊണ്ട് തന്നെ ആർനെ സ്ലോട്ട് അകറ്റി. അവസാന റൗണ്ട് വരെ കിരീട പോരാട്ടം കനക്കാറുള്ള പ്രീമിയർ ലീഗിൽ പോയ സീസണിൽ ലിവർപൂൾ കപ്പുയർത്തിയത് രണ്ടാമതെത്തിയ ആഴ്സണലുമായി 10 പോയിന്റിന്റെ ക്ലിയർ ലീഡിലാണ്. പുതിയ സീസണിലേക്ക് ഇറങ്ങുമ്പോൾ ഡിയാഗോ ജോട്ടയുടെ വിയോഗം സൃഷ്ടിച്ച ആഘാതത്തിൽ നിന്ന് റെഡ്സിനാദ്യം കരകയറണം. ജോട്ടയ്ക്കായി റെഡ്സിന് EPL-ഉം നേടിക്കൊടുക്കണം. വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ട് രണ്ടും കൽപ്പിച്ചാണ് ലിവർപൂൾ ഇത്തവണ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കളിച്ചത്. ട്രെന്റ് അലക്സാണ്ടർ-ആർണോൾഡ്, ലൂയിസ് ഡിയാസ്, ഡാർവിൻ ന്യൂനസ് എന്നിവരെ വിറ്റു. വൻ വില കൊടുത്ത് മിലോസ് കർക്കസ്, ജെറമി ഫ്രിംപോങ്, ഫ്ലോറിയൻ വിഡ്സ്, ഹ്യൂഗോ എക്കിറ്റിക്ക തുടങ്ങി വൻ താരങ്ങളെ പാളയത്തിലെത്തിച്ചു. 2018-ൽ വിർജിൽ വാൻ ഡൈക്കിനെയും അലിസൺ ബക്കറെയും ഒന്നിച്ചു കൊണ്ടുവന്ന ശേഷം ഇതാദ്യമായാണ് FSG പണം വാരിയെറിഞ്ഞത്. 100 മില്യൺ പൗണ്ട് മുടക്കി ടീമിലെത്തിച്ച ഫ്ലോറിയൻ വിഡ്സിൽ റെഡ്സിന്റെ പ്രതീക്ഷകൾ ഏറെയാണ്. ബുണ്ടസ് ലീഗയിൽ ബയർ ലെവർകൂസനായി 57 ഗോളും 47 അസിസ്റ്റുമുണ്ട് വിഡ്സിന്. വിഷനിൽ കെവിൻ ഡിബ്രോയിനോട് ഉപമിക്കുന്ന പണ്ഡിറ്റ്സ് ലിവറിന്റെ സീസണിലെ മുന്നേറ്റത്തിൽ വിഡ്സിന്റെ പങ്ക് വലുതായിരിക്കുമെന്ന് പ്രവചിക്കുന്നു. FA കപ്പിലൂടെ വരവറിയിച്ച 16-കാരൻ പയ്യൻ റിയോ നുമോഹ ആൻഫീൽഡിലെ പുത്തൻ സെൻസേഷനാണ്. പ്രീ സീസണിൽ തിളങ്ങിയ നുമോഹയെ ലൂയിസ് ഡിയാസിന്റെ അഭാവത്തിൽ വിങ്ങിൽ ആർനെ സ്ലോട്ട് ഫസ്റ്റ് ടീം ചോയ്സായി ഉപയോഗിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഡിഫൻസീവ് മിഡിൽ റയാൻ ഗ്രാവൻബർഗിനെ അമിതമായി ആശ്രയിച്ചത് കഴിഞ്ഞ സീസണിലെ അവസാനത്തിൽ ലിവർപൂളിന് തെല്ലൊരാശങ്ക സൃഷ്ടിച്ചിരുന്നു. പ്രീ സീസണിലെ മികച്ച പ്രകടനത്തിലൂടെ ട്രൈൻ അയോണി DM പൊസിഷൻ ഭദ്രമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ട്രെന്റ് റോബർട്ട്സൺ വിടവ് കെർക്കസും ഫ്രിംപോങ്ങും നികത്തും. പുത്തൻ റിക്രൂട്ടുകൾ ആർനെ സ്ലോട്ട് നിലവിലെ സൂപ്പർ താരങ്ങളിലേക്ക് ബ്ലെൻഡ് ചെയ്യിച്ചാൽ ലിവർപൂളിനെ പുതിയ സീസണിലും പിടിച്ചാൽ കിട്ടില്ല. ഫേവറിറ്റായ 4-2-3-1 ഫോർമേഷനിൽ സ്ലോട്ട് ടീമിനെ വിന്യസിക്കും. കഴിഞ്ഞ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച മുഹമ്മദ് സല, അലക്സിസ് മക്കലിസ്റ്റർ, വിർജിൽ വാൻ ഡൈക്ക് വൻതോക്കുകൾ അടുത്ത യുദ്ധത്തിനൊരുങ്ങിക്കഴിഞ്ഞു. ആന്തത്തിനപ്പുറം യു വിൽ നെവർ വാക്ക് അലോൺ എന്നത് ഇത്തവണ ലിവർപൂൾ ആരാധകർ നെഞ്ചിൽ കൈവച്ച് ഉച്ചത്തിൽ പാടും. ഡിയർ ഡിയാഗോ, യു വിൽ നെവർ വാക്ക് അലോൺ. EPL കിരീടം നേടി റെഡ്സിനത് ജോട്ടയ്ക്ക് നൽകണം. എന്നിട്ട് വീണ്ടും വീണ്ടും ഉച്ചത്തിൽ പാടണം. ദിസ് ഈസ് ഫോർ യു, യു വിൽ നെവർ വാക്ക് അലോൺ. ആൻഫീൽഡും ഗുഡ്സൺ പാർക്കും കടന്ന് ആ പാട്ട് ലോകമെങ്ങും മുഴങ്ങണം.